ഹൃദയവും ബുദ്ധിയും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുക. നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ഇമോഷൻസിന് എപ്പോഴും റിപ്പീറ്റേഷൻ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് എത്ര പറഞ്ഞാലും നമുക്ക് മടുക്കില്ല. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇഷ്ടമുള്ള ആളാണ് കേൾക്കുന്നെങ്കിൽ അയാൾക്കത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും മതിയാവില്ല. ഒന്നുകൂടി പറയൂ എന്നെ ഇഷ്ടമല്ല നമ്മൾ ചോദിക്കുകയും ചെയ്യും. കാരണം ആ ഇഷ്ടവും സ്നേഹവും എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല. റിപ്പീറ്റേഷനാണ് ഹൃദയത്തിന്റെ ലാംഗ്വേജ്. പക്ഷെ ബുദ്ധിക്ക് റിപ്പീറ്റേഷൻ ഇഷ്ടമല്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരിക്കൽ പറഞ്ഞ കഥ വീണ്ടും പറഞ്ഞാലും ബുദ്ധി പറയും ഇത് പറഞ്ഞല്ലേ എന്ന് പറയും. ഒരിക്കൽ പറഞ്ഞാലും വീണ്ടും പറഞ്ഞാൽ പറയും ഇത് എത്ര തവണ ഇത് പറയണത്, ഇത് ഞാൻ കേട്ടതല്ലേ എന്ന് പറയും. അപ്പൊ ബുദ്ധിക്ക് ഒരിക്കലും റിപ്പീറ്റേഷൻ ഇഷ്ടമല്ല. ഹൃദയത്തിന് എപ്പോഴും റിപ്പീറ്റേഷൻ ഇഷ്ടമാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷനാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ മന്ത്രത്തിനെ ഒരു ഹൃദയത്തിന്റെ ഭാഷയാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ മാറ്റുന്ന ആൾക്കാർ മാത്രമേ സ്ഥിരമായിട്ട് മന്ത്രത്തെ ജപിക്കാറുള്ളൂ. ഈ മന്ത്രജപം എന്ന് പറയുന്നത് ശരിക്കും ജപവും മനനവും ചേർന്നാണ്. അപ്പൊ അവിടെ ബോർഡം വരും. തുടക്കത്തില് ഭയങ്കരമായിട്ട് ബോറടിക്കും. ഈ ബോറടിയിലായിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും ജപിച്ച് ഭയങ്കര വലിയ സംഭവങ്ങളായി മാറിയേനെ. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ആ നമ്മളുടെ ജപത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. ജപത്തിന്റെ കാര്യത്തിലും കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. സ്ഥിരമായിട്ട് ജപിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്, അതൊരു വലിയ ക്വാളിറ്റിയാണ്, അതൊരു ഗംഭീര ഹാബിറ്റാണ്. പക്ഷെ അതിലേക്ക് എത്താനായിട്ട് നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. കാരണം നമ്മുടെ മനസ്സിന് ഈ റിപ്പീറ്റേഷൻ ഇഷ്ടമല്ല. അത് മനസ്സ് ബോറടിക്കും. എന്ത് സംഗതി റിപ്പീറ്റ് ചെയ്താൽ മനസ്സിന് ബോറടിക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് ഇമോഷനായിട്ട് മാറണം. നമ്മളുടെ ഹാബിറ്റോ നമ്മുടെ പ്രകൃതവുമായിട്ട് മാറുന്നത് വരെ നിരന്തരമായിട്ട് അത് ചെയ്ത് പിന്നെ അതൊരു റിതം സെറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ലൈഫിൽ ഒരു താളം സെറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓം നമ ശിവായ, അത് ചാൻഡ് ചെയ്ത് എല്ലാ സിറ്റുവേഷനിലും ഓം നമ ശിവായ ഇങ്ങനെ കയറി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ തുടങ്ങും. നോക്ക്, നമ്മുടെ മൈൻഡിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും ഒന്നെങ്കിൽ പാസ്റ്റിലോട്ട് പോവുക, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് പോവുക എന്നുള്ളതാണല്ലോ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ച് ഉത്കണ്ഠപ്പെടുക. ഇതാണ് എപ്പോഴും മനസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതം, എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതം. ഇതിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് കിട്ടുന്നേ ഇല്ല. അപ്പൊ ഇതിൽ നിന്നൊരു ബ്രേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. നോക്ക്, അപ്പോ ജപം ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ ഇടയിൽ ഒരു ഇടപെടൽ നടത്തുകയാണ്. എന്ത്? ആ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകുന്ന മനസ്സിനെ ഒന്ന് പ്രസന്റ് മൂമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ നടത്തുകയാണ് എന്ത്? ജപം എന്ന് പറയുന്നത്. അപ്പൊ ജപിച്ചാല് ദൈവത്തെ പ്ലീസ് ചെയ്യാന്നുള്ളതൊന്നല്ല. നിങ്ങൾ അറബിയിൽ ജപിച്ചോളൂ, സംസ്കൃതത്തിൽ ജപിച്ചോളൂ, മലയാളത്തിൽ ജപിച്ചോളൂ, എന്ത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾ ജപിച്ചോളൂ, ഏത് ദൈവത്തെ ഓർത്ത് വേണമെങ്കിലും നിങ്ങൾ ജപിച്ചോളൂ. ജപത്തിന്റെ ഉദ്ദേശം, നമ്മൾ ഗുരുദേവ് ശ്രീ രവിശങ്കർജി പറയാറുണ്ട്, അദ്ദേഹം പറയുന്നത് മൈൻഡിന് എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കും. മൈൻഡിന്റെ സ്വഭാവം അതാണ്. ചിന്തിച്ച് കൂട്ടുക എന്നുള്ളതാണ് മൈൻഡിന്റെ സ്വഭാവം. അത് നമ്മൾ പറയും ഓവർ തിങ്കിങ്. ലോകത്ത് ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഓവർ തിങ്കേഴ്സ് തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ചിന്തകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഒരാളോട് സംസാരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ നമ്മുടെ കൂടെ എപ്പോഴും സ്ഥിരമായിട്ടുണ്ട്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാഡ് മ്യൂസിക് ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഈ മ്യൂസിക് എന്തായാലും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ മ്യൂസിക് ആയിരിക്കും എന്ന് മാത്രം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഹൊറർ മ്യൂസിക് ആയിരിക്കും. അപ്പൊ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണല്ലോ അത്. അപ്പൊ ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ചിന്തകളില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ശാന്തതയും സമാധാനവും ഒക്കെ തരുന്ന മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ശരിക്കും പറഞ്ഞാൽ ജപം എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് വേറെ വഴി കൂടി കൊണ്ടുപോകല്ലേ. ഇതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ആങ്ഷ്യസ് ആവണ്ട. ജപിച്ചുകൊണ്ട് പ്രസന്റിൽ നിന്നുകൊണ്ട് എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ മൈൻഡ് നീഡ് സംതിങ് ടു ചൂ. മനസ്സിന് ഒന്നെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ആലോചനക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫുഡ് കൊടുക്കുകയാണ് എന്ത്? നമ്മള് ഈ ജപം എന്ന് പറയുന്നത്. നീ അതും ഇതും ആലോചിക്കാണ്ട് ജപത്തിൽ ശ്രദ്ധിക്കും. അപ്പൊ ജപത്തിൽ ശ്രദ്ധിക്കുമ്പോൾ എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ എത്ര പറഞ്ഞാലും നെഗറ്റീവ്. നമ്മളെല്ലാരും ഈ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആണ് എപ്പോഴും, അല്ലെങ്കിൽ തിങ്കിങ് തന്നെ നെഗറ്റീവ് ആണ് ഞാൻ പറയാം. കാരണം ഒരുപാട് ചിന്ത എപ്പോഴും അവസാനിക്കുന്നത് നെഗറ്റിവിറ്റിയിലേ അവസാനിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മൈൻഡിന്റെ ഈ ടെൻഡൻസി മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജപത്തിൽ കയറി പിടിച്ചാൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരികയാണ്, പെട്ടെന്ന് ഒരു മെസ്സേജ് വരികയാണ്, അത്യാവശ്യമായിട്ട് കാണണം എന്ന് മാത്രമേ മെസ്സേജ് ഉള്ളൂ. ഈ അത്യാവശ്യമായിട്ട് കാണണം എന്നുള്ള മെസ്സേജിന് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കുറെ സംഭവങ്ങളുണ്ട്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമായിരിക്കോ, എന്തെങ്കിലും മോശം വാർത്ത പറയാനായിരിക്കോ, ഇങ്ങനത്തെ ചിന്തകൾ
ഈ ജപം നമ്മളെ രക്ഷിക്കും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇങ്ങനത്തെ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഒന്നും ചിന്തിക്കാണ്ട് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഞാൻ ഫോർ എക്സാമ്പിൾ ഓം നമഃ ശിവായ കേട്ടോ, ഇതിന് പകരം എന്ത് ദൈവത്തിനെയും എവിടെയും എന്തിനേയും പ്ലേസ് ചെയ്യാം. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ ചിന്തകളിലേക്ക് മനസ്സ് പോകാണ്ട് ജപത്തിലേക്ക് ശ്രദ്ധിക്കും. അപ്പൊ ജപത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അവരിപ്പോ ഒരു വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അയ്യോ അമ്മയെന്നായിരിക്കില്ല, അവർ ഓം നമഃ ശിവായ എന്നായിരിക്കും, മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എന്ത് സിറ്റുവേഷനിലും ഓട്ടോമാറ്റിക്കലി ഈ ജപം കയറി വരും. അതായത് സിനിമയിലെ ഒരു തീം മ്യൂസിക് പോലെ, സിനിമയിൽ കണ്ടിട്ടില്ലേ, ചില സിനിമകൾക്ക് ഒരു പെർട്ടിക്കുലർ തീം മ്യൂസിക് ഉണ്ടാവും, ത്രൂ ഔട്ട് ആ സിനിമയുടെ തീം മ്യൂസിക് അതായിരിക്കും. അപ്പോ നമ്മളുടെ ലൈഫിൽ ഒരു നമ്മൾ വറി ചെയ്യാന്നുള്ള ഒരു തീം മ്യൂസിക് ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്തും ആലോചിച്ച് വിഷമിക്കുക എന്നുള്ള തീം മ്യൂസിക് ആണ് ഭൂരിപക്ഷം ആൾക്കാരും കൊണ്ടുനടക്കുന്ന ഒരു തീം മ്യൂസിക്. അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒരു ജപം കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വൈസായിട്ടുള്ള സംഭവം. അവിടെയാണ് ജപത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കാട് കയറാൻ നമ്മുടെ മനസ്സിനെ കാട് കയറാൻ, അതെ, അങ്ങനെ നമ്മള് നോക്ക്, ലൈഫ് എന്ന് പറയുന്ന പ്രോബ്ലം മുഴുവനും ക്രിയേറ്റ് ചെയ്യണ മൈൻഡാണ്, കറക്റ്റ് അല്ലേ? റിയാലിറ്റിയിൽ പ്രോബ്ലം വളരെ കുറവാണ്. ഒരു 80-90% നമ്മുടെ മൈൻഡിന്റെ ഇമാജിനേഷനാണ് നമ്മുടെ പ്രോബ്ലം, അല്ലേ? ലൈഫിൽ സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ, ആക്ച്വലി പ്രോബ്ലം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. പക്ഷെ സത്യത്തിൽ നമുക്ക് ലൈഫിൽ സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. ആ സിറ്റുവേഷനെ പ്രോബ്ലമാറ്റിക് ആയിട്ട് എടുക്കാം, അല്ലാതെ എടുക്കാം. ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യണ പോലെ, നമ്മൾ കെയർ ചെയ്യണ പോലെ, നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന നമ്മുടെ തോട്ട്സിന്റെ സ്റ്റൈൽ പോലെ. അപ്പോ ദർ ഇസ് ഓൺലി സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ കാണുന്ന ഒരു ചെറിയ സിറ്റുവേഷനെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സിറ്റുവേഷനെ വലുതാക്കിയിട്ട് നമ്മുടെ മൈൻഡ് പ്രൊജക്ട് ചെയ്യും. അതല്ല, വലിയൊരു സിറ്റുവേഷനെ ചെറുതാക്കിയിട്ട് നമ്മുടെ മൈൻഡിനെ നിസ്സാരവൽക്കരിക്കാനും നമ്മുടെ മൈൻഡിന് സാധിക്കും. അപ്പോൾ ഇതെല്ലാം സിറ്റുവേഷനെ നമ്മുടെ മൈൻഡിന്റെ ഇമാജിനേഷനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മൈൻഡിന്റെ ഈ വൈൽഡ് ഇമാജിനേഷൻ, അങ്ങനെ ഞാൻ പറയാം, മൈൻഡ് ഒരു വൈൽഡ് ഇമാജിനേഷനിലേക്ക് പോകുന്ന ഒരാളാണ് നമ്മുടെ മനസ്സ്. അതായത് നമ്മൾ ഈ ക്രിയേറ്റിവിറ്റിക്ക് ഒരു കുറവില്ലാത്ത ആൾക്കാരാട്ടോ. നമ്മൾ ഈ സിനിമാ സംവിധായകർക്കും മ്യൂസിക് ഡയറക്ടേഴ്സിനും കവികൾക്കും കഥാകൃത്തുക്കൾക്കും മാത്രമേ ക്രിയേറ്റിവിറ്റി, നമ്മളൊക്കെ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാ. അതായത് ചിന്തിച്ചു കൂട്ടുന്ന കാര്യത്തില്, അതും ഭീകരമായി ചിന്തിച്ച് സ്വയം ഭയക്കുന്ന കാര്യത്തില് ഭയങ്കരമായിട്ട് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മള്. ഞാൻ എപ്പോഴും പറയും, നമ്മളെല്ലാവരും ഈ ഹൊറർ സിനിമ പ്രൊഡ്യൂസേഴ്സ് ആണെന്ന് പറയും. അതായത് നമ്മുടെ മനസ്സിൽ ഹൊറർ സിനിമ ഉണ്ടാക്കി നമ്മൾ തന്നെ അത് ആലോചിച്ച് പേടിച്ച് നമ്മൾ തന്നെ വിഷമിക്കുന്ന, നമ്മൾ തന്നെ കാണുന്ന സിനിമ നമ്മൾ തന്നെ ഡയറക്ട് ചെയ്യുന്ന അവസ്ഥയാണ്. അതാണ് മൈൻഡിന്റെ വൈൽഡ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാട് കയറി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യണ ആരാണ്? നമ്മളല്ലാണ്ട് വേറെ. നമ്മൾ വെറുതെ പറയും അയാൾ എന്നെ മാനസികമായി പീഡിപ്പിച്ചു, ഇയാൾ എന്നെ മാനസികമായി പീഡിപ്പിച്ചു, വെറുതെ പറയാം. കാരണം മാനസികമായിട്ട് ഇപ്പൊ അനുപമക്ക് എന്റെ മനസ്സിന്റെ ഉള്ളിൽ കയറി എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അനുപമം എന്ത് പറയുന്നു, പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള തോട്ട്സ് മുഴുവൻ ക്രിയേറ്റ് ചെയ്യണ ആരാണ്? ഞാൻ തന്നെയാണ്. അപ്പൊ എന്റെ മനസ്സിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ഉറപ്പായിട്ടും ജപം സഹായിക്കും. അപ്പൊ ഈ ജപത്തിന്റെ വേറെ പല വേർഷൻസും ഞാനിപ്പോ ഒരു സിനിമയിലുണ്ട്, ഇങ്ങനെ ഒരാള് ഇങ്ങോട്ട് ആർഗ്യൂ ചെയ്യുന്നു, അപ്പൊ തിരിച്ച് ആർഗ്യൂ ചെയ്യാണ്ടിരിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഭാര്യ വേഗം കൊടുക്കുന്നു, എന്നിട്ട് വായില കവള് കൊള്ളിച്ചോ എന്ന് പറയുന്ന വിധത്തില്. അപ്പൊ ഇതൊക്കെ ഓരോ ഈ പറഞ്ഞ പോലത്തെ ടെക്നിക്കുകളാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെ? അതിലൊന്നാണ് നമുക്ക് ഒരു പോസ് ആവശ്യമുണ്ട്. നമുക്ക് ഈ പോസ് ബട്ടൺ, ലൈഫിൽ എപ്പോഴും ഒരു പോസ് ബട്ടൺ വേണം. അപ്പൊ നമ്മൾ ഫോൺ വരുമ്പോൾ തന്നെ ചാടിപ്പടഞ്ഞ് എടുക്കുമ്പോൾ നമ്മളുടെ റിയാക്ഷനും നമ്മുടെ റെസ്പോൺസും ചിലപ്പോൾ നന്നാവില്ല. നേരെ മറിച്ച് ഫോൺ റിങ് ചെയ്യുമ്പോൾ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഫോൺ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ പ്രതികരിക്കും. അതുപോലെ നമുക്ക് ദേഷ്യം, ഒരാൾ നമ്മളെ ദേഷ്യപ്പെടുത്തുമ്പോൾ അപ്പൊ തന്നെ തിരിച്ചു പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ കറക്റ്റ് ആവില്ല, നമ്മളുടെ തീരുമാനം കറക്റ്റ് ആവില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളും കറക്റ്റ് ആവില്ല. നേരെ മറിച്ച് ഒന്ന് പോസ്, ആ പോസിലേക്ക് നമ്മളുടെ മൈൻഡിനെ കൊണ്ടുവരാൻ ജപം നമ്മളെ സഹായിക്കും. കാരണം പോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കുറച്ചു കാലം മുമ്പ് AR റഹ്മാന്റെ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ രക്ഷിച്ചിട്ടുള്ളത് പോസ് ആണെന്ന്. ബിക്കോസ് ഐ പോസ് ഫോർ എവറിത്തിങ്. ഒരാളോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇത് വേണോ എന്ന് ഞാൻ ഒന്ന് പോസ് ചെയ്യും. അതുപോലെ എന്തിനോടും ഞാനൊന്ന് പോസ് ചെയ്തിട്ടേ ഞാൻ പെട്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതികരിക്കാറില്ല എന്ന്. ആ പോസിങ് നമുക്കില്ലാത്തൊരു സംഭവമാണ് ഈ പോസിങ് എന്ന് പറയുന്ന സംഭവം. ആ പോസിങ്ങിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് മൈൻഡ് ഒന്ന് സ്റ്റില്ലാവും, മൈൻഡ് ഒന്ന് കാമാവും. ജപത്തിലൂടെ ഒരു ദൈവമല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്, ജപത്തിലൂടെ നമ്മുടെ മൈൻഡ് കാമാവുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ മനസ്സിന്റെ ഒരു കൺട്രോള് നമ്മൾ ഏറ്റെടുക്കുന്നതിനെയാണ് ഈ ജപം എന്ന് പറയുന്നത്, അല്ലെ? എക്സാക്ട്ലി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാണ്ട് കയ്യിൽ പിടിക്കാന്നുള്ളത്. അപ്പൊ ഈ ജപം എന്ന് വെച്ചാൽ ഞാൻ സജിച്ചേട്ടന്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നതുകൊണ്ട് തന്നെ ഈ ജപം ഒരു 7-8 മാസം മുന്നേ ഇങ്ങനെ, അതായത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ടോർച്ചറും സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ കൂടുതൽ ആലോചിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ കണ്ടെത്തി. അപ്പൊ ഈ രാവിലെ ഒരു നിശ്ചിത സമയത്തിൽ ഒരു ഓം നമഃ ശിവായ ജപിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും
പിന്നെ അതൊരു റുട്ടീനായി മാറി ലൈഫിന്റെ. കറക്റ്റ്. പിന്നെ കുറച്ചു നാൾ ഓം നമഃ ശിവായ ജപിച്ചു കഴിഞ്ഞപ്പോ നമുക്കൊന്ന് എന്നാലും ദൈവത്തിനെ മാറ്റി പിടിക്കാം, അങ്ങനെ വേറെ കാളയുടെ ഒരു ജപായി. അത് കഴിഞ്ഞ് പിന്നെ അയ്യപ്പന്റെ സമയം വന്നപ്പോ ശബരിമല ഡിസംബറായി, എന്നാ അയ്യപ്പനെ പിടിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മളുടെ മനസ്സിന് നമ്മൾക്ക് ആ ടെക്നിക്ക് പറഞ്ഞു തരുവാണ് എങ്ങനെ എസ്കേപ്പ് ആവണം എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി ഈ ജപിച്ച് ഞാനിതൊരു മാനിഫെസ്റ്റ് ചെയ്തു എന്തൊക്കെയോ, ആ മാനിഫെസ്റ്റേഷൻ എന്നിലേക്ക് വന്നതും ഞാൻ ശരിക്കും അറിഞ്ഞതാണത്. അങ്ങനെയില്ലേ നമ്മൾ ഒരുപാട് 100%. നമ്മള് റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് തോട്ട്സിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ ഫീലിങ്സ് ആയിട്ട് മാറും. ആ ഫീലിങ്സ് ആയി മാറിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് സംഭവിച്ചിരിക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോ കുറെ ആലോചിക്കുന്ന കാര്യം പിന്നെ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങും. ശ്രദ്ധിച്ചിട്ടില്ലേ? അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന കാര്യം നമ്മുടെ സ്വപ്നത്തിൽ വരാൻ തുടങ്ങും. സ്വപ്നത്തിൽ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ അത് നമ്മുടെ ഫീലിങ്സ് ആയി മാറി, നമ്മുടെ ഇമോഷൻസ് ആയി മാറിയുന്നു. അത് 100% മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ. അപ്പൊ മോശം കാര്യങ്ങളിലേക്ക് അങ്ങനെ സ്ലിപ്പ് ചെയ്ത് അത് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് ഓം നമഃ ശിവായ. ഞാൻ എന്നോട് ഭയങ്കര പാനിക് അറ്റാക്ക്, ആൻസൈറ്റി കൂടുതൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയും ജപിക്കാൻ പറയും. കാരണം വേറെ ഒന്നിനുമല്ല, ദൈവം അനുഗ്രഹിക്കാനല്ല, മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ. നിരീശ്വരവാദികൾക്കും ജപിക്കാന്നുള്ളത് 100%. നിരീശ്വരവാദികളാണ് ശരിക്കും ജപിക്കുന്നത്, ഈശ്വരവാദികളായി മാറാനല്ല, മനസ്സ് ശാന്തമാവാൻ വേണ്ടി മാത്രം. നിരീശ്വരവാദിയായാലും നമ്മൾ ഏതൊരു ഇസത്തിലും മുറുകെ പിടിച്ചാലും അവിടെയൊക്കെ ടെൻഷനും സഫോക്കേഷനും തന്നെ ഉണ്ടാവും. നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണല്ലോ. ഈ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നത് ഒരു വിശ്വാസമാണല്ലോ. വിശ്വസിക്കാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈശ്വരൻ ഇല്ല എന്നുള്ളത് ഒരു വിശ്വാസമാണ്. അപ്പോ ജപത്തിന്റെ ഒരു ഫോർമാറ്റും ഫോർമുലയും ഇങ്ങനെയാണ്. പക്ഷെ ധ്യാനത്തിലേക്ക് വരുമ്പോ, അതായത് ഇപ്പൊ അടങ്ങിയിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവരെ ധ്യാനിപ്പിക്കാൻ ഭയങ്കര പാടാ. ധ്യാനത്തിലേക്ക് എനിക്ക് തോന്നുന്നു ജപിച്ച് അടുത്ത സ്റ്റെപ്പ് ആയിരിക്കോ ധ്യാനത്തിലേക്ക് പോകാം. ജപം നമ്മുടെ മൈൻഡിനെ സൈലന്റ് ആക്കും. അത് തന്നെയാണ് ധ്യാനം. അത്രേ ഉള്ളൂ. ദി ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നും ചിന്തിക്കാത്ത ഒരു സ്പേസിൽ, അതായത് നമ്മളിപ്പോ ഇങ്ങനെ കണ്ണടച്ചിരുന്ന നമുക്ക് എത്ര തോട്ട്സ് പാസ് ചെയ്യേണ്ടതെന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഒരുപാടുണ്ട്. ഈ റോഡിലെ ട്രാഫിക് പോലെ, വാഹനങ്ങൾ പോലെ തോട്ട്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില സമയത്ത് ഈ തോട്ട്സിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടും നമുക്ക്. ചിലപ്പോ നമ്മൾ ഇത്തിരി റിലാക്സ്ഡ് ആണെങ്കിൽ ഒരു ചിന്ത കഴിഞ്ഞ് അടുത്ത ചിന്ത വരാൻ ഒരു ചെറിയ സ്പേസ് കിട്ടും. ആ സ്പേസിനാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആ സ്പേസ് കൂടുന്നതനുസരിച്ച് ജീവിതത്തിൽ സ്വസ്ഥത കൂടും, സമാധാനം കൂടും, ശാന്തി കൂടും, ആനന്ദം കൂടും. അത് കുറയുന്നതനുസരിച്ചിട്ട് പിരിമുറുക്കം കൂടും, സ്ട്രെസ് കൂടും, ആൻസൈറ്റി കൂടും, ഈ പറഞ്ഞ പോലെ പാനിക് അറ്റാക്ക്, പിന്നെ മരുന്ന് കഴിക്കുക, നല്ല കലാപരിപാടികളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നമ്മളെപ്പോഴും ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടും എന്താ പറയാ സ്ട്രെസ്സിന് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഉറക്കമില്ലായ്മക്ക് മരുന്ന് കഴിക്കാനുള്ള കാരണം എന്താ? ചിന്തകൾ കൊണ്ട് നമുക്ക് പൊറുതി മുട്ടുമ്പോഴാണ്. അല്ലെ? കറക്റ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. ഇപ്പൊ ഒരാൾക്കും പറയാൻ പറ്റില്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ, പക്ഷെ എനിക്ക് ഇഷ്ടം പോലെ ചിന്തകളാണെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം ഹാപ്പി ആണെങ്കിൽ അതിന്റെ അർത്ഥം ചിന്തകൾ കുറവാണെന്നാണ്. പീസ്ഫുൾ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ചിന്തകൾ കുറവാണെന്നാണ്. അപ്പൊ ഈ ചിന്തകളുടെ ഇടയിലുള്ള സ്പേസിനെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടാണ് നമുക്ക് മെഡിറ്റേഷന്റെ ആവശ്യം. ഈ ബുദ്ധിയും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ബുദ്ധി കൂടുതൽ ഷാർപ്പാവും. ആണല്ലേ? മെഡിറ്റേഷൻ നമ്മുടെ അവയർനെസ് വർദ്ധിപ്പിക്കും. ശരിക്കും നമ്മൾ കൂടുതൽ അവെയർ ആവും. ബുദ്ധി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവയർനെസ് ഉണ്ടല്ലോ. നമ്മുടെ ആ സൂക്ഷ്മത, നമ്മുടെ അവബോധം വർദ്ധിക്കും. നമ്മളുടെ പലപ്പോഴും നമ്മളിപ്പോ ആബ്സെന്റ് മൈൻഡഡ് ആവുകയെന്ന് പറയില്ലേ, അതുപോലെ അല്ലെങ്കിൽ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒക്കെ കാരണം നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു വരുന്നു. ആ ശ്രദ്ധ കൂടും നമ്മളുടെ മെഡിറ്റേഷൻ കൂടുമ്പോൾ. അപ്പൊ ഇതൊക്കെ ടൂൾസ് ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നമ്മൾ എന്നും നമ്മുടെ ലൈഫിൽ കൊടുക്കണം. അതിന്റെ സമയം സമയമൊന്നുമില്ല. എം ടി സ്റ്റൊമക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും രാവിലെ ആണെങ്കിൽ. അതെ. പിന്നെ ഈ രാവിലത്തെ ഒരു എനർജി ഉണ്ട്. ആ എനർജി നമ്മളെ മെഡിറ്റേഷന് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. രാവിലത്തെ ഒരു സൈലൻസ്, രാവിലത്തെ ഫ്രഷ്നെസ്, പ്രകൃതി വളരെ സാത്വികമായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം, അങ്ങനത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഇതിന് ഐഡിയൽ ആണ് ശരിക്കും. ഇതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്? 100%. പക്ഷെ അപ്പോഴും പ്രാർത്ഥന മനസ്സിനെ നിശബ്ദതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. പ്രാർത്ഥിച്ച് അയ്യോ ദൈവമേ പ്രാർത്ഥിച്ചൊക്കെ നടക്കുമെന്ന് ആലോചിച്ചാ പിന്നെ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ശരിയാവോ ദൈവമേ എന്ന് ആലോചിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലല്ലോ. പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താ? പ്രാർത്ഥിച്ച് ദൈവമേ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അങ്ങേ ഏൽപ്പിക്കുകയാണ്, എന്റെ ആഗ്രഹങ്ങൾ അങ്ങേ ഏൽപ്പിക്കുകയാണ്, ഇതെനിക്ക് കൊള്ളാവുന്നതാണെങ്കിൽ അങ്ങ് നടത്തിത്താ, അതല്ല അങ്ങയുടെ കയ്യിൽ ഇതിനേക്കാളും ബെറ്റർ പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തിത്താ എന്നിട്ട് അതോടെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് ഏൽപ്പിച്ചൊരു കാര്യം പിന്നെ നടക്കുമോ ആലോചിച്ച് നടന്ന ആ പ്രാർത്ഥനയുടെ സുഖം പോകും. അപ്പൊ നമ്മൾ പറയില്ലേ ഗോഡ് ഹാസ് പ്ലാൻസ്, നമ്മൾ അങ്ങടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ സറണ്ടറിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. സറണ്ടറിംഗ്, സമർപ്പണം, വിട്ടുകൊടുക്കുക. എന്നെ കൊണ്ട് ഞാൻ ചെയ്യാവുന്നൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി അങ്ങ് നോക്കിക്കോളൂ. എന്റെ കയ്യിലല്ല, ബാക്കി ഇനി എന്റെ കയ്യിലല്ല, റിസൾട്ട് ഇനി എന്റെ കയ്യിലല്ല,
അങ്ങ് എന്താ വെച്ചാൽ തീരുമാനിച്ചോളൂ. അപ്പൊ നമ്മൾ ഫ്രീ ആയി. ഈ സറണ്ടറിങ്, മാനിഫെസ്റ്റേഷൻ, ഇങ്ങനെ കുറെ വാക്കുകൾ ഇപ്പൊ പണ്ടേ ഇതുണ്ട്. പക്ഷെ ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ ഇത് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട്, ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നു, കോച്ചിങ് ഉണ്ട്, ഈ ക്യാമ്പുകൾ വരെ. ഈ ക്യാമ്പിന്റെ വീഡിയോസ് ഒക്കെ പലതും ഞാൻ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വീഴുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു. ആ ഉപദേശിക്കുന്ന ആ ഗുരുവിന്റെ അടുത്ത് കരഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ മനുഷ്യർ ഇന്നത്തെ കാലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെയാണ് ഒരുപാട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണിത്. അല്ല, നമ്മളുടെ ഏറ്റവും വേണ്ട ഒരു സ്കില്ല് മൈൻഡിനെ കാമാക്കാനും വേണ്ട സ്കില്ലാണ്. അതല്ലെങ്കിൽ നമുക്കും പ്രോബ്ലമാണ്, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കും പ്രോബ്ലമാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയും മാറും. നമ്മുടെ മനസ്സ് സ്വസ്ഥമല്ലാത്ത മനസ്സിന്റെ ഒരു ഉടമ ബാക്കിയുള്ളവരുടെയും സ്വസ്ഥത കളഞ്ഞിരിക്കും. അതെ, അല്ലെങ്കിൽ വർത്താനം പറയും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ സ്പിരിച്വാലിറ്റി ആയിട്ട് ഇത് ബന്ധപ്പെട്ട കിടക്കാണ്. ഇതിനെ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാമെങ്കിൽ ഇതിനെ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം. പക്ഷെ ഇതാണ് ഒരു ക്വാളിറ്റി ലിവിംഗ് എന്ന് പറയാം. നമുക്ക് സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്ക് മാറ്റി വെച്ചിട്ട് ലൈഫിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു നല്ല ഹെൽത്തി മൈൻഡ് ഉണ്ടാവുക ആണ് ഹെൽത്തി ബോഡി പോലെ തന്നെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ബോഡി ശ്രദ്ധിക്കും, പക്ഷെ മൈൻഡിന്റെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളിലേക്ക് തന്നെ അതെ, തിരിഞ്ഞു നോക്കണം. ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ അനുപമയുടെ കയ്യിലുള്ള ഫോൺ, ഇതിന് ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. ഫീച്ചേഴ്സ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നമ്മളൊരു 20% ഫീച്ചേഴ്സ് പോലെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അല്ല, ശരിയല്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, ഒന്നെങ്കിൽ എഡിറ്റിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഫോട്ടോ ചെയ്യും, അല്ലെങ്കിൽ ആൻസർ ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അങ്ങനെ അതിന്റെ ഫീച്ചേഴ്സിൽ ഒരു 20% നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോ അതേ ഫീച്ചേഴ്സ് മൃഗങ്ങൾക്കുണ്ട്. പക്ഷെ മൃഗങ്ങൾക്കില്ലാത്ത ഒരേ ഒരു ഫീച്ചർ ഉണ്ട് നമുക്ക്. അത് നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യണില്ല. അല്ലെങ്കിൽ ഈ ലോകത്തെ 95% ആൾക്കാരും മനുഷ്യന്റെ ആ പ്രത്യേകത, മനുഷ്യന് മാത്രമുള്ള ഒരു ഫീച്ചർ ഉണ്ട്. ഒരു മൃഗത്തിനും ഒരു പക്ഷിക്കും ഒരു ജീവജാലങ്ങൾക്കും ഇല്ലാത്ത മനുഷ്യനും മാത്രമുള്ള ഒരു ഫീച്ചർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആ ഫീച്ചർ ഇതാണ്. നമുക്കൊക്കെ പുറത്തോട്ട് ഇപ്പൊ കാഴ്ച കാണാനും കേൾക്കാനും സ്പർശിക്കാനും ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്, മൃഗങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ സുഖിക്കാനും കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഈ ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലോട്ട് തിരിയുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഉള്ളിലോട്ട് തിരിയുക, നമ്മുടെ ഉള്ളിലേക്ക് തിരിയുക. ആ ഉള്ളിലേക്ക് തിരിയുക എന്നുള്ളൊരു ഫീച്ചർ ലോകത്ത് 2-3% ആൾക്കാരെ ഉപയോഗിക്കുന്നുള്ളൂ. അത് എക്സസൈസ് ചെയ്യുന്നുള്ളൂ. അത് ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫിന്റെ ക്വാളിറ്റി വ്യത്യാസം തന്നെ ഉണ്ടാവും. അവരെ കൊണ്ടും ബാക്കിയുള്ളവർക്കും സമാധാനം ഉണ്ടാവും, അവർക്കും സമാധാനം. അവരുടെ പ്രസൻസ് തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കും.